ഹായ്, ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണേ. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സപ്പോർട്ട് വേണം എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്ന് കളവ് പോയാൽ എന്തായാലും ഈ ഒരു വീഡിയോ കാണും. എന്നിട്ട് ഞാൻ പറയും. ഇതിൻ്റെ അകത്ത് വാ അത് പത്തലിങ്ങൾ എടുക്കും. നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറരുതെന്ന് പറഞ്ഞായിരുന്നോ? കയറരുതെന്ന് പറഞ്ഞായിരുന്നോ? ചോദിക്കാണ്ട ഇറങ്ങടി, ഇറങ്ങടി പുറത്ത് ഇറങ്ങടി. എന്ത് പറഞ്ഞ അടിക്കണം? ഞാൻ ആരോട് വെച്ചിട്ട് അകത്ത് കയറി വല്ലവന്റെ ഇറങ്ങടി അടിക്ക്. ഞാൻ പോടി, പുറത്ത് പോടി. രണ്ടരോട് ഞാൻ പറഞ്ഞായിരുന്നു അകത്ത് കയറരുതെന്ന്. പോടി പോടി. നീ പറമ്പിക്കാറാ? നീ ആരാണ്? നീ ആരാ പറമ്പിക്കാരൻ? വല്ലവന്റെ പറമ്പിക്കാരൻ? പുറത്തിറങ്ങടി. നിന്നോട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞാ അകത്ത് കയറരുതെന്ന് ഒരു വീട്ടിൽ ചോദിക്കാണ്ട് പറഞ്ഞാ നിന്നോട് അവിടെ വെച്ച്? ആ രണ്ടിനെ വീഡിയോ എടുത്തിട്ട് നാട്ടുകാർ കാണട്ടെ. ഇങ്ങനെ രണ്ടെണ്ണം ഇറങ്ങിയത് പോയിക്കോളാം. നല്ല കീറി എന്തായിരിക്കും. ആ എന്താടി ഒരെണ്ണാണല്ലോ. ഇവിടെ അവിടെ എന്തെങ്കിലും എടുത്താ നോട്ടെ. വെക്കടി അവിടെ നോക്കട്ടെ. വെക്കടി അവിടെ എന്താ എടുത്തേ? അവിടെ വെക്കടി. വെക്കടി അവിടെ. നീ വെക്കടി അവിടെ. അതെ, സ്റ്റൈലാണ്. നിന്നോട് ഞാൻ അവിടെ ഞാൻ പറഞ്ഞു അകത്ത് ഇപ്പൊ നീ അവിടെ വന്നേ. ഇപ്പൊ നീ എന്താ എടുത്തേ? നോക്കട്ടെ അവിടെ ഇട്. അവിടെ ഇട്. അവിടെ നീ അവിടെ ഇട്ടിട്ട് പോയാ മതി. എന്താ അല്ല, ഞാൻ അവിടെ നിന്ന് പറഞ്ഞ വീടിന്റെ അകത്ത് കയറരുത്. ആ പോടിയാണ് വേണ്ടാണ്ട്. ആ ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ഒരു മനുഷ്യനാണ് സഹിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. കുറേ നേരം ഞാൻ പിടിച്ച് നിന്ന് സഹിച്ച് നിന്ന്. കാരണം രണ്ടെണ്ണം കൊടുക്കാനോ വന്നേ. കാരണം എന്താ വെച്ചാൽ അവര് വേറെ വീട്ടിൽ ചോദിക്കാണ്ട് പറയാതെ കയറണ കണ്ട്. അപ്പം അതിന് മുന്നേ എന്നോട് ജംഗ്ഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാ നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, 2 തമിഴ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയേക്കണം കേട്ടാന്ന് പറയാം. ആ ഒരു ഒത്തൊരുമ എപ്പോഴും എല്ലാ നാട്ടിലും എല്ലാ ഏരിയയിലും വേണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ നോക്കിയിരുന്നു. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് ചോദിക്കാതെ അങ്ങോട്ട് കയറാണ്. അപ്പോൾ ഞാൻ അവരോട് വാൺ ചെയ്ത് ഒരാളുടെ വീട്ടിൽ ചോദിക്കാതെ അകത്ത് കയറരുന്നു. എന്നിട്ടാ ഇവർ അപ്പുറത്ത് പല വീട്ടിലും കയറി. അതും എനിക്ക് കോൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് തന്നെ വീഡിയോ ആണ് കണ്ടത് ആ വീടിൻ്റെ പറമ്പിലേക്ക്. അപ്പോൾ എന്നോട് പറയണ കുപ്പി പറക്കാനാണെന്ന്. എന്തിനാണ് അനുവാദം ഇല്ലാണ്ട് ഒരാളുടെ വീട്ടിൽ കയറണം? ഇവരങ്ങോട്ട് പോകണേണ്. കാരണം ഒരാളെ കണ്ടില്ല, ഗേറ്റ് തുറന്ന് നടക്കണമെങ്കിൽ അങ്ങോട്ട് കയറണം. അത് ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇവർ കയറുമെന്നുള്ളതാണ്. ഗേറ്റിന് അടച്ചിട്ടാലും ചിലപ്പോൾ കയറുണ്ട്. വേറെ അങ്ങനത്തെ വീഡിയോ ഒന്നും നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമ നടപടികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഈ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിയമപരമായിട്ട് ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യണത് അതൊന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാണ്. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടല്ലോ. അമ്മയുള്ള ടൈമിൽ വന്നിട്ട് ഒരു മെഷീൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭദ്രാവതി ടീമാണ് അവർ വന്നിട്ട് സ്ക്രാപ്പ് വേസ്റ്റ് എടുക്കണ. അവർ വന്നിട്ട് മെഷീൻ ചോദിച്ചപ്പോൾ അമ്മ അത് പോട്ടെ. കൊടുത്ത ടൈമിൽ ഇവർ എന്നാൽ ഇത്രയും ക്യാമറ ഇവിടെ ഇരിക്കണുണ്ട് അതെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ട്. അവർക്ക് ഒരു KL41E ഓട്ടോറിക്ഷയാണ്, ആപ്പയാണ്, മഞ്ഞ കളറ്. മുഴുവൻ നമ്പർ ഞാൻ പറയാത്ത എൻ്റെ വീഡിയോ എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ ഞാൻ അടുത്ത ദിവസം എനിക്ക് തോന്നി ഇടും. അവരല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വന്നം അല്ലെങ്കിൽ ഒരു മാപ്പ് പറയണം. കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ 2-3 വേറെയും കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കാണില്ല, ചാക്കിലാക്കി വെച്ചേക്കാം. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, 50 രൂപയുടെ ആയിക്കോട്ടെ, 100 രൂപയുടെ ആയിക്കോട്ടെ, ഒന്ന് ഓർത്ത് നോക്കിയത് നമ്മുടെ എല്ലാവരും ഇപ്പോൾ സ്വന്തം വീടായിട്ട് ചിന്തിക്കുക. അവിടെ വിളിച്ച് നിങ്ങളുടെ അമ്മച്ചി വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മച്ചീനോട് പറയണത് വെറുതെ ഇട്ടേക്കണം. ഞാനാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ആ മെഷീൻ വെച്ചേക്കണായിരുന്നു. എന്തിനായിട്ട് അത് വേറൊരു ആവശ്യത്തിന് കൊടുക്കാൻ വെച്ചിട്ട് കാശ് നോക്കിയിട്ടില്ല അത്. അപ്പോൾ അമ്മ ഇവർ വന്നിട്ട് ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ കൊടുത്താണെന്ന് പറയും. കൊടുത്തോട്ടെ, കാര്യം ഓക്കെ. പക്ഷേ അമ്മ അകത്തേക്ക് പോയ ഗ്യാപ്പിൽ ഇവർ ബാക്കി 2-3 സാധനങ്ങൾ എടുത്ത് വണ്ടിയിലേക്ക് ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 രൂപയുടെ ആണെങ്കിൽ പോലും ഒരു വീട്ടിൽ കയറി ചോദിക്കാൻ എടുത്തുകൊണ്ടാണെങ്കിൽ കള്ളത്തന്നെ കട്ടെന്ന് തന്നെ പറയണം. അപ്പോൾ അത് വീഡിയോ ഞാനെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മലയാളീസാണ് കേട്ടോ, അതാണ് രസം. നമുക്കറിയാവുന്നവരാണ്. വരട്ടെ, വീഡിയോ കണ്ടിട്ട് വരട്ടെ, അല്ലെങ്കിൽ വിളിക്കുക. കാരണം ആരുടെയും വീട്ടിൽ പോയി അങ്ങനെ ചെയ്യരുത്. കാരണം അത് തെറ്റാണ്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി നമ്പർ മുഴുവൻ പറയാനാണ് സംഭവമൊക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വരുമെന്ന് നോക്കട്ടെ. അത് KL41E ആണ് നമ്പർ. നമ്പർ ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ഒത്തൊരുമ വേണമെന്ന് പറയുകയാണ് ഈ വീഡിയോ കാണിച്ചതിനാണ്.